ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ രണ്ട് ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ആദ്യത്തെ ന്യൂസ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാട്ടോ. പത്തനംതിട്ടയിൽ 13 വയസ്സുള്ള പെൺകുട്ടിയെ സഹപാഠികൾ ഉൾപ്പെടെ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പരാതി. 10 പേരെക്കുറിച്ചാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ കൌൺസിലിംഗിൽ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. അതിൽ പ്രായപൂർത്തിയായ 2 പേരടക്കം 6 പേരെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പീഡനത്തിന് ഒത്താശ ചെയ്ത പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയും ഈ കേസിൽ പ്രതിയാകുമെന്നുള്ളതാണ് വിവരം. സംഭവത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി വരുന്നുമുണ്ട്. കൃഷ്ണമോഹൻ വിശദമായി പറയും വാർത്തയുടെ വിവരങ്ങൾ. കൃഷ്ണമോഹൻ, നടക്കുന്ന വാർത്തകളാണ്, പ്രത്യേകിച്ച് ഈ സ്കൂൾ വിദ്യാർത്ഥിനികളൊക്കെ നമുക്ക് സ്കൂളുകളിലൊക്കെ അധ്യാപകൻ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട്. ഈ ഇത്തരം സ്കൂൾ പോലെയുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമൊക്കെ ഈ തരത്തിൽ അരക്ഷിതമാവുന്നതൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതുമാണ് എന്നും. പക്ഷേ ഇവിടെ ഞെട്ടൽ ഉളവാക്കുന്നത് സഹപാഠികൾ തന്നെ ഉപദ്രവിച്ചു, അതും ഒരു പെൺകുട്ടി തന്നെ അതിന് കൂട്ടുനിന്നു എന്നൊക്കെ കേൾക്കുമ്പോഴാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറയുന്നത്? കേസെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ എഫ്ഐആറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്? എന്തൊക്കെയാണ് കൃഷ്ണമോഹൻ പറയാൻ? രജനി, ഈ സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ KV മോഹൻകുമാർ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ സഹോദരി ഈ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപികയോട് ഇത്തരത്തിലുള്ള ചൂഷണവിവരത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നത്. ഉടൻ തന്നെ അധ്യാപിക ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറായ 1098 വിളിച്ച് ഈ ഇത്തരത്തിലുള്ള ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന വിവരം, കുട്ടിയെക്കുറിച്ചുള്ള വിവരം കൈമാറി. വളരെ വേഗം തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ പ്രവർത്തകരെത്തി പെൺകുട്ടിയെ റെസ്ക്യൂ ചെയ്ത് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി 10 പേരുടെ പേരുകൾ തുറന്നു പറഞ്ഞത്. 10 പേർ തന്നെ ലൈംഗികമായ ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പെൺകുട്ടി പറഞ്ഞത്. 2 സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സ്കൂളിൻ്റെ ശുചിമുറി, മറ്റൊന്ന് അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്. ആ 2 ഇടങ്ങളിലായി അത് വെച്ച് തന്നെ ലൈംഗികമായ ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. അപ്പോൾ തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ വിവരം CWC കൈമാറി. CWC മറ്റു മൊഴികൾ കൂടി എടുത്ത് വളരെ വേഗം കൂടൽ പോലീസിന് ഇത് കൈമാറി. കൂടൽ പോലീസ് 2 FIR രജിസ്റ്റർ ചെയ്തു. 2 സമയങ്ങളിലായി നടന്ന 2 സംഭവങ്ങൾ, 2 സ്ഥലങ്ങൾ. ഒന്ന് സ്കൂളിലെ ശുചിമുറിയാണ്, മറ്റൊന്ന് ഒരു പെൺകുട്ടിയുടെ വീടാണ്. അപ്പോൾ 2 FIR രജിസ്റ്റർ ചെയ്തു. ആ 2 FIRകളായി പെൺകുട്ടി പറഞ്ഞ 10 പേരുകൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചു, അന്വേഷിച്ചു. അപ്പോൾ അതിൽ സഹപാഠികളായ ആളുകളുണ്ട്, പ്രായപൂർത്തിയായ മറ്റ് 2 പേർ കൂടിയുണ്ട്. അത് സ്കൂളിന് പുറത്തുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെ എല്ലാം റോള് കണ്ടെത്തി. പിന്നീട് അതിന് ശാസ്ത്രീയമായ പരിശോധനയും തെളിവുകളും ആവശ്യമാണ്. പോക്സോ കേസായതിൽ തന്നെ പെൺകുട്ടി ആദ്യം പറഞ്ഞ മൊഴികളിൽ കുറച്ചുകൂടി വ്യക്തത ആവശ്യമുണ്ടായിരുന്നു. ആ വ്യക്തത വരുത്തി ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോട് കൂടി 6 പേരെ കൂടൽ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അതിൽ 2 പേർ പ്രായപൂർത്തിയായവരാണ്. ബാക്കി 4 പേർ ഇതേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, പ്രായപൂർത്തിയാകാത്തവർ. അങ്ങനെ 6 പേർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടി പറഞ്ഞ മറ്റ് 10 പേരിലേക്ക് എത്താനുള്ളൊരു അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെ 10 പേരിലേക്ക് എത്തുമെന്നാണ് പോലീസ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 സ്ഥലങ്ങളിൽ വെച്ച് ചൂഷണത്തിനിരയായെങ്കിൽ ഒരു സ്ഥലം ഒരു പെൺകുട്ടിയുടെ വീടാണ്. അപ്പോൾ ആ പെൺകുട്ടിയും ഈ പോക്സോ കേസിൽ ഒത്താശ ചെയ്യുന്ന കുറ്റത്തിന് അർഹയാണ്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ആ കുറ്റത്തിൻ്റെ ഇതിൽ വരും. അതുകൊണ്ട് ഒരു കേസിൽ ആ പെൺകുട്ടിയെയും പ്രതിയാക്കുമെന്നാണ് പോലീസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു ആ ഒരു വാർത്ത. നിങ്ങളെല്ലാവരും ആദ്യം ഈ ഒരു വാർത്ത കണ്ട സമയത്ത് തന്നെ ഞെട്ടിത്തെറിച്ചു പോയിട്ടുണ്ടാവും. 13 വയസ്സുകാരി സ്വന്തം സഹപാഠികളാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക, ഒരു ഞെട്ടലോട് തന്നെയാണ് ഈ ഒരു കാര്യം കാണുക. കാരണം പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഒരു കാര്യത്തിന് മുതിരുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ കുട്ടി പറഞ്ഞതനുസരിച്ച് പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. പ്രതികളെ 6 പേരെ അവർ പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ബാക്കി 4 പേരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് അവർ ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം, തലേ ദിവസമാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. പോലീസ് കേസെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് വളരെ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ കേസ് മാറി മറിയുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം മീഡിയക്കാർ പോലും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യണമല്ലോ എന്നുള്ളൊരു സ്ഥിതി ഓർത്തിട്ട്. അപ്പൊ ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കട്ടോ. തൊട്ടടുത്ത ദിവസം വന്ന് ഇന്നലെ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ഒരുപാട് മടിച്ചാണ് സംസാരിച്ചത്. കാരണം ആ വാർത്ത കേൾക്കാൻ നമ്മളാരും അത്ര ഇഷ്ടപ്പെടുന്ന വാർത്തയായിരുന്നില്ല. പക്ഷെ അതിനൊരു വലിയ ട്വിസ്റ്റാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്ത ഇന്നലെ നമ്മൾ ഞെട്ടലോടെ കേട്ടു രാവിലെ. പക്ഷേ ഈ പോക്സോ കേസിൽ അമ്പരപ്പിക്കുന്ന വഴിത്തിരിവുണ്ടായതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. 10 പേർ തന്നെ പീഡിപ്പിച്ചെന്ന 13കാരുടെ മൊഴി പൂർണ്ണമായും കളവാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. സഹപാഠിയുമായി ബ്രേക്കപ്പ് ആയതിന്റെ ദേഷ്യത്തിൽ കെട്ടിച്ചമച്ച കഥയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്.
ഗൗരവമേറിയ മൊഴി കിട്ടിയതിന് പിന്നാലെ 2 പോക്സോ കേസുകൾ കൂടൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ പെൺകുട്ടി പറഞ്ഞ കൗൺസിലിംഗിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനോട് പറഞ്ഞ 10 പേരുകളിലേക്കായിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണം പോയത്. ആ 10 പേരുകളിൽ 6 പേരെ ഏകദേശം കണ്ടെത്തുകയും അതിൽ ഈ പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പ്രണയമുണ്ടായിരുന്ന ആ സഹപാഠി കൂടി ഉണ്ടായിരുന്നു. അവരടക്കം 6 പേരെ പോലീസ് കൂടിക്കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ പോലീസെ ബന്ധപ്പെടുന്നു, എന്നാൽ തെളിവുകൾ കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പോലീസിന് അതിൽ ചില സംശയങ്ങൾ ഒരുപാടുണ്ട് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. വൈകിട്ടോടെ ഇതിന്റെ വൈദ്യപരിശോധന ഫലം വന്നു. ആ വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പറഞ്ഞ രീതിയിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നു. പിന്നീട് പോലീസിന് ഈ കേസിൽ അറസ്റ്റിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പെൺകുട്ടി ചൈൽഡ് ഹെൽപ്പ് ലൈന് കൊടുത്ത മൊഴിയും പിന്നീട് വൈകുന്നേരം ഈ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടിന് ശേഷം പോലീസ് ചോദിച്ചപ്പോൾ പറയുന്ന മൊഴിയും തമ്മിൽ വലിയ പോരായ്മകളും വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പോലീസ് തീരുമാനിച്ചു ഉടൻ ഇതിൽ അറസ്റ്റിലേക്ക് പോയാൽ കോടതിയിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് വലിയ രീതിയിൽ ദോഷമായി ബാധിക്കും. അല്ലെങ്കിൽ തെറ്റായ അറസ്റ്റ് നിരപരാധികളെ കുടുക്കിയാൽ അത് വലിയ വിവാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകും. മാത്രമല്ല, അങ്ങനെ ചെയ്യാനും കഴിയില്ല പോലീസിന്. അതുകൊണ്ട് പോലീസ് തീരുമാനിച്ചു കസ്റ്റഡിയിലെടുത്ത 13 പേരെയും തൽക്കാലത്തേക്ക് വിട്ടയക്കാം. 6 പേരെയും കസ്റ്റഡിയെടുത്ത 6 പേരെയും 2 പ്രായപൂർത്തിയായവരും ഒപ്പം തന്നെ അല്ലാത്ത 4 പേരും ഉൾപ്പെടെ 6 പേരെ തൽക്കാലത്തേക്ക് വിട്ടയക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ അവരെ ഇന്നലെ വൈകിട്ടോടെ ഈ വൈദ്യപരിശോധനാ ഫലവും ഒപ്പം തന്നെ മറ്റ് തെളിവുകളുടെ പോരായ്മകളും വന്നപ്പോൾ വിട്ടയക്കാനുണ്ട്. അതിൽ പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം, ഈ പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയത്തിൽ നിന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അവർ ബ്രേക്കപ്പ് ആയി. ആ ബ്രേക്കപ്പ് ആയതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു കളവിലേക്ക് പറയേണ്ടി വന്നതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. പക്ഷേ പോലീസ് വിടുന്നില്ല. കാരണം 2 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കളവിലേക്ക് പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റായ മൊഴി പോലീസിലേക്ക് ചൈൽഡ് ലൈൻ വഴി നൽകേണ്ടി വന്നു എന്നുള്ളത് വിശദമായി അന്വേഷിക്കും. പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. 2 പോക്സോ കേസുകൾ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് വിശദമായ അന്വേഷണത്തിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, രണ്ടാമത്തെ ദിവസം വന്നിരിക്കുന്ന ന്യൂസ് ഇതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു കേസ് ഇനി പോലീസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് കേസിനെ മിസ്യൂസ് ചെയ്യുക, തൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു, തൻ്റെ കൂട്ടുകാർക്കെതിരെ ഈ ഒരു രീതിയിൽ പരാതി കൊടുക്കുന്നു. പിന്നീട് പോലീസുകാർക്ക് അത് മനസ്സിലാവുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ പോലീസുകാർ പോലും യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കെതിരെ കേസെടുക്കാൻ മടിക്കുന്ന ഒരു അവസ്ഥ വരും മിസ്ലീഡ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം പറയുന്നു ആ പ്രതികളെ ആയിട്ട് അവർ പിടിച്ച 6 പേരെയും വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ന്യൂസ് ചാനലിലൂടെയൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാൾ കേസ് കൊടുക്കുന്ന സമയത്ത് 2 രീതിയിൽ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കണം. അതായത് കൊടുക്കുന്ന കേസ് തെറ്റാണ് അല്ലെങ്കിൽ കള്ളക്കേസാണ് എങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ടും അയാളുടെ കയ്യിൽ നിന്നും സമ്മതപത്രം ഒപ്പിട്ട് മേടിക്കണം. അത്തരത്തിലൊരു സിസ്റ്റം വരണം നമ്മുടെ നാട്ടിലും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു രീതിയിലുണ്ട് എന്ന് തോന്നുന്നു. ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് വ്യാജ പരാതിയാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് തെളിയുന്ന അവസരത്തിൽ പരാതി കൊടുത്ത ആൾക്കെതിരെയും അവർക്ക് കേസെടുക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. അപ്പം അതുപോലെ നമ്മുടെ നാട്ടിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കള്ളക്കേസുകൾ കൊടുക്കുന്ന ആളുകൾ കുടുങ്ങുക തന്നെ വേണം. അത് ഏത് പ്രായക്കാരായാലും. ഇപ്പം ഈ ഒരു 13 വയസ്സുള്ള കുട്ടിക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്. തൻ്റെ സഹപാഠികളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി, തനിക്കുണ്ടായ പ്രണയ ബ്രേക്കപ്പിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ചെയ്തിരിക്കുകയാണ്. ഇത്രയും വലിയൊരു കേസ് തൻ്റെ സഹപാഠികൾക്ക് നേരെ കൊടുത്തിരിക്കുകയാണ്. അഥവാ മീഡിയക്ക് മുന്നിലൊക്കെ ആ കുട്ടികളുടെ മുഖം പുറത്ത് വന്നിരുന്നെങ്കിൽ അവരുടെ ഭാവി ഇല്ലാതെയാവുന്ന ഒരു സ്ഥിതിയല്ലേ ഉണ്ടാവുക. പോലീസ് പേര് വെളിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എങ്കിൽ അവർക്ക് അവരുടെ ഭാവി നശിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഉണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത്. പിന്നെ എന്തായാലും ആ ഒരു വ്യക്തിയെ എന്താ പറയുക, ആ ഒരു പ്രണയം ആക്സെപ്റ്റ് ചെയ്യാതെ ഇരുന്നത് തന്നെ വലിയ കാര്യം എന്ന് പറയാം. കാരണം ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരു കുട്ടിയാണ് എങ്കിൽ ജീവിതകാലം മുഴുവന് എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടി വൈരാഗ്യപരമായി കാര്യങ്ങൾ തീർക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇതിൽ പറയാനുള്ളത്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോക്കൊരു ലൈക്ക് തരിക, ഒരു ഹൈപ്പ് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ.